ഗൈസ്, നമ്മൾ ഇത്രയും നാളും പറ്റിക്കപ്പെടുകയായിരുന്നു. പുതിയ ലൈഫ് ഹാക്ക് വീഡിയോയുമായി ഡോഗേഡ് സാർ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ഇനി വിഷമിക്കണ്ടായി. ഈ സോക്കറ്റ് നിങ്ങൾ ഈ കാണുന്ന പോലെ റൗണ്ട് മടക്കിയ ശേഷം ഇതിലിങ്ങനെ കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഒത്തുങ്ങി കബോർഡിലോ ഷോറൂമിലോ എവിടെ വേണേലും എടുത്ത് വെക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും നാളും ഷർട്ട് മടക്കിയിരുന്നത് എങ്ങനെയാണ്, എന്നാൽ ഈ മെത്തേഡൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഷർട്ട് മടക്കിയ ശേഷം അതിൻ്റെ പുറകിലൊരു ബുക്കോ കാർഡ്ബോർഡോ വെച്ച ശേഷം ഇങ്ങനെ മടക്കുക. അതിനുശേഷം എത്ര ഈസി ആയിട്ടാണ് ഇവിടെ ഷർട്ട് മടക്കുന്നതെന്ന് നോക്കൂ. അടുത്ത തവണ നിങ്ങൾ ഷർട്ട് മടക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി കുപ്പിയുടെ 2 അടപ്പുകൾ എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗവും കൂടെ കട്ട് ചെയ്ത് കളയുക. നേരത്തെ നമ്മൾ എടുത്തു വെച്ച മറ്റേ കുപ്പി അതിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിനുശേഷം നമുക്ക് ഭിത്തിയിൽ ഈസിയായി ഹാങ് ചെയ്യാവുന്ന ഒരു ഹാങ്ങർ റെഡിയായി കഴിഞ്ഞു. ഗൈസ്, നമ്മൾ വീടുകൾ മുറിഞ്ഞുപോയ വയറുകൾ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ എത്ര കണക്ട് ചെയ്താലും അത് സ്ട്രോങ് ആയിട്ട് ഇരിക്കാറില്ല. എന്നാൽ ഡോഗേഡ് സാർ പറഞ്ഞു തരുന്ന ഈ മെത്തേഡൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. 2 വയറുകൾ എടുത്ത ശേഷം അതിങ്ങനെ പിരിക്കുക. അതിനുശേഷം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വയർ കണക്ട് ചെയ്തിങ്ങനെ എടുക്കാവുന്നതാണ്. ഗൈസ്, നമ്മുടെ എല്ലാവരും വീഡിയോകളിൽ വെറ്റ് വൈപ്സ് കാണും. എന്നാൽ നമ്മളത് തീർന്നു കഴിയുമ്പോൾ എടുത്ത് കളയാറാണ് ചെയ്യാറ്. ഇനി കളയുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിൻ്റെ അടപ്പെടുത്ത ശേഷം അതിന് ചുറ്റും സൂപ്പർ ഗ്ലൂ ഒട്ടിക്കുക. എന്നിട്ട് നമ്മുടെ പ്ലഗിൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് തുറക്കുകയോ മടക്കുകയോ ചെയ്യാവുന്ന ഒരു അടപ്പ് റെഡി. നമ്മൾ വീടുകൾ കോൺ മേടിക്കുമ്പോൾ അത് കട്ട് ചെയ്യാനും അത് കഴിക്കാനും ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ ഇനി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ഒരു ടൂത്ത് പിക്ക് എടുത്ത് അതിലിങ്ങനെ കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കൂ. നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ ഭാഗത്തിന് കോൺ റെഡി. നമ്മൾ വീട്ടിൽ എത്ര അടിച്ചു വാരിയാലും പൂർണ്ണമായിട്ടും ആ പേപ്പർ കഷ്ണങ്ങളോ പൊടികളോ വരാറില്ല. എന്നാൽ ഇനി അടിച്ചു വരുമ്പോൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു സെലോ ടേപ്പ് എടുത്ത് അറ്റത്ത് ഒട്ടിച്ചു വെച്ച ശേഷം നിങ്ങളൊന്ന് അടിച്ചു വാരി നോക്കൂ. എല്ലാ പേപ്പറും പൊടിയും ആ സെലോ ടേപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി മുതൽ അടിച്ചു വാരാവുന്നതാണ്. നമ്മൾ അളക്കാൻ നേരത്തെ ടേപ്പിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പെൻസിലും പെന്നോ കൊണ്ടേ നടക്കാറാണ് പതിവ്. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ടേപ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ പെൻസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് നമുക്ക് മാർക്ക് ചെയ്ത് പോവാവുന്നതാണ്. ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ പഴയ മാസ്ക് കിടക്കുന്നുണ്ടാവും. എന്നാൽ അതിൻ്റെ അകത്തുള്ള ഈ സാധനം നമ്മൾ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഫോണിൻ്റെ ചാർജറിൻ്റെ കേബിൾ ഈസി ആയിട്ട് കെട്ടിവെക്കാവുന്നതാണ്. ഇവിടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുളിഞ്ഞ ഷർട്ടിട്ട് പുറത്തു പോകാറാണ് പതിവ്. എന്നാൽ നിങ്ങളൊരു കപ്പ് ചൂടുവെള്ളം എടുത്ത് ഇങ്ങനെയൊന്ന് തേച്ച് നോക്കൂ. നമ്മൾ ഷർട്ട് ഈസി ആയിട്ട് ചുളിവൊന്ന് വൃത്തിയെടുക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഡെയിലി ഡോഗേഷ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുക.